എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഇന്ന് വിശേഷപ്പെട്ട ഒരു ദിവസമാണ് കേട്ടോ. ഇന്ന് 16th May 2026 ആണ്. ഇത് ഞാൻ ഡേറ്റ് പറയാൻ കാര്യം, ഇത് നിങ്ങൾ പിന്നീട് എപ്പോഴെങ്കിലും ആണ് കാണുന്നതെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരു റെഫറൻസിന് വേണ്ടിയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇന്നത്തെ ദിവസത്തിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇന്ന് ശനി ജയന്തിയാണ്. ഓക്കെ, നാച്ചുറലി ശനിയാഴ്ച ആണ്. അതോടൊപ്പം തന്നെ അമാവാസ്യയും കൂടി ചേർന്ന് വരുന്ന, ന്യൂ മൂണും കൂടെ ചേർന്ന് വരുന്ന ഒരു ദിവസമാണ് കേട്ടോ. സോ ശനി ജയന്തി പ്ലസ് അമാവാസ്യ പ്ലസ് സാറ്റർഡേ ചേർന്ന് വരുന്ന ഇറ്റ്സ് ലൈക്ക് ട്രിപ്പിൾ ബെനിഫിറ്റ് ഉള്ള ഒരു ദിവസമാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ എൻ്റെ ഫോണിൻ്റെ അപ്ഡേറ്റ്സിൽ ഇട്ടിരുന്നു. നിങ്ങൾക്ക് എത്ര പേർക്ക് കാണാൻ പറ്റിയെന്ന് എനിക്കറിയില്ല. അതിന് വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ പറയുന്നത്. ഇന്നത്തെ ദിവസം വളരെ പോസിറ്റീവായിട്ട് പവർഫുൾ ഇന്നത്തെ ദിവസം വളരെ പോസിറ്റീവായിട്ട് പവർഫുൾ മാനിഫെസ്റ്റേഷൻസ് ചെയ്യാൻ പറ്റുന്ന ദിവസമാണ് കേട്ടോ. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അഫേം ചെയ്യാം. നല്ല കാര്യങ്ങൾ മാത്രം. തേർഡ് പാർട്ടി റിമൂവൽ എന്നൊന്നും പറഞ്ഞ് മാനിഫെസ്റ്റ് ചെയ്യരുത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന് മാനിഫെസ്റ്റ് ചെയ്യാം. ഒരിക്കലും നെഗറ്റീവ് മാനിഫെസ്റ്റേഷൻ ചെയ്യരുത് കേട്ടോ. നല്ല മാനിഫെസ്റ്റേഷൻസ് ലൈഫിൽ, കരിയർ ആവട്ടെ, റിലേഷൻഷിപ്പ് ആവട്ടെ, ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആവട്ടെ, അതുപോലെ വേറെ എന്താണ്, ഫൈനാൻഷ്യൽ ബേർഡൻസ് ആവട്ടെ, ഇതെല്ലാം മാറാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം നല്ല രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യാവുന്ന ദിവസമാണ് കേട്ടോ. പോസിറ്റീവ് ഇൻറ്റൻഷനോടുകൂടി ഭഗവാനെ പ്രാർത്ഥിക്കുക. അത് കഴിഞ്ഞ് ഹിന്ദുക്കളാണെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ അവരവരുടെ രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യുക കേട്ടോ. അവരവരുടെ പ്രാർത്ഥനയുടെ സമയത്ത് മാനിഫെസ്റ്റ് ചെയ്യുക. ഓക്കെ, ഹിന്ദുക്കൾക്ക് എസ്പെഷ്യലി ഞാൻ പറയുന്നത്, ഇന്നത്തെ ദിവസം ശനി ഭഗവാനെ മനസ്സിൽ പ്രാർത്ഥിക്കുക. ഹനുമാൻ ചാലീസ ചൊല്ലാൻ പറ്റുമെങ്കിൽ ചൊല്ലുക. അതേപോലെ നിങ്ങൾ ഇന്ന് പ്രത്യേകമായിട്ട് പറയേണ്ടുന്ന വൈകുന്നേര സമയത്തായിരിക്കും ഏറ്റവും നല്ലത്. വൈകുന്നേര സന്ധ്യ പ്രാർത്ഥന സമയത്ത് ഓം ശം ശനൈശ്വരായ നമഃ എന്നുള്ള മന്ത്രം ഒരു 16, 21, 41, 101, അങ്ങനെ 108, അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യം പോലെ ഇരുന്ന് പറയുന്ന 51 പ്രാവശ്യം അങ്ങനെയൊക്കെ പറയുന്ന ചാൻഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പോസിറ്റീവ് ഇൻറ്റൻഷൻസ് സെറ്റ് ചെയ്തിട്ട് കേട്ടോ. നല്ല എഫക്റ്റ്, നല്ല ബെനിഫിറ്റ്സ് തരുന്ന ദിവസമാണ്, മന്ത്രമാണ് കേട്ടോ. ഇന്ന് ചെയ്യാൻ മറക്കണ്ട, ചെയ്തേക്കൂ. അതുപോലെ ശനിദോഷമുള്ള, ശനി കുറച്ച് ബാഡായിട്ട് നിൽക്കുന്നവർക്കെല്ലാം ഇന്നത്തെ ദിവസം ശനി ഭഗവാനെ പ്രാർത്ഥിച്ചാൽ കുറച്ചൊരു ആശ്വാസം കിട്ടും കേട്ടോ. ഒന്ന് ചെയ്തു. ഇന്ന് ശനി അമാവാസ്യ ആയതുകൊണ്ടും ശനി ജയന്തി ആയതുകൊണ്ടും നമ്മൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് തന്നെയാണ് ഞാൻ ഇന്ന് നോക്കാൻ പോകുന്നത് കേട്ടോ. നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റം വന്നിട്ടുണ്ടോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പോസിറ്റീവായിട്ട് തന്നെയല്ലേ നിൽക്കുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. ഓർക്കുക, അതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങളുമായിട്ട് റെസനേറ്റ് ആകുന്നോ അത്രത്തോളം മാത്രം എടുക്കുക. ബാക്കി അങ്ങ് വിട്ട് കളയുക. ഫോഴ്സ്ഫുള്ളി റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. ഒരു പേഴ്സണൽ റീഡിങ്ങിൽ കൂടി മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി, കറണ്ട് ഫീലിങ്സ് എല്ലാം കറക്റ്റായിട്ട് അറിയാൻ സാധിക്കുള്ളൂ കേട്ടോ. ന്യൂട്രലായി നിന്ന് മാത്രം റീഡിങ് കാണുക. ഓക്കെ, ഒരുപാട് മനസ്സിലേക്ക് എടുത്ത് വിഷമിക്കുകയോ സന്തോഷിക്കുകയോ അങ്ങനെയൊന്നും വേണ്ട. ഓക്കെ, ഇതൊരു ഗൈഡൻസ് ആയിട്ട് മാത്രം എടുക്കുക കേട്ടോ. പേഴ്സണൽ റീഡിങ് വേണ്ടവരെ തീർച്ചയായും കോൺടാക്റ്റ് ചെയ്തോളൂ, ചെയ്തു തരുന്നതാണ്. ഓക്കെ, അപ്പോൾ റീഡിങ്ങിലേക്ക് പോകാം. ഡിവൈൻ പ്ലീസ് ഗൈഡ്. അതേപോലെ അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടെ പറയട്ടെ. ഇന്നത്തെ ദിവസം ക്രിസ്റ്റൽസ് ചാർജ് ചെയ്യാൻ ക്രിസ്റ്റൽസ് ഇടുന്നവർ ചാർജ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇന്ന് എസ്പെഷ്യലി ചാർജ് ചെയ്യാൻ വെക്കണേ. നിങ്ങൾക്ക് ഒന്നിൽ മൂൺ പുറത്ത് വെക്കാം. ന്യൂ മൂൺ ആയാലും മൂണിൻ്റെ പ്രസൻസ് നമുക്കുണ്ട്. ഒന്നുകിൽ പുറത്ത് വെച്ച് ചാർജ് ചെയ്യാം, അല്ലെങ്കിൽ സെലിനൈറ്റ് പ്ലേറ്റ് ഉപയോഗിച്ചിട്ട് ക്ലെൻസ് ചെയ്തതിന് ശേഷം ചാർജ് ചെയ്തെടുക്കുക കേട്ടോ. അതുപോലെ ഞാൻ എൻ്റെ എനർജി കുറച്ച് ഇന്നലെ ഡൗൺ ആയിട്ട് ഫീൽ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ബ്ലാക്ക് ടോർമലിനും ടൈഗർ ഐയും എടുത്തിട്ടു. അതൊന്ന് എൻ്റെ തന്നെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇത് ടൈഗർ ഐ ആണ്, ഇത് ബ്ലാക്ക് ടോർമലിനാണ് കേട്ടോ. ബ്ലാക്ക് ടോർമലിൻ എന്തെങ്കിലും നെഗറ്റീവ് എനർജീസ് അല്ലെങ്കിൽ നെഗറ്റിവിറ്റി നിങ്ങളുടെ ബോഡിയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും റിലീഫ് കിട്ടും. ടൈഗർ ഐ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, അതേപോലെ പൈറൈറ്റ് ഫൈനാൻഷ്യൽ ബുദ്ധിമുട്ടുകളെല്ലാം മാറാനും, മണി ഫ്ലോ കറക്റ്റായിട്ട് ബിസിനസ്സിലും റെഗുലറായിട്ട് നിങ്ങളുടെ വീട്ടിലുള്ള മണി ഫ്ലോ കറക്റ്റ് ആവാനും, റോസ് കോട്ട്സ് നിങ്ങളുടെ റിലേഷൻഷിപ്സ്, സെൽഫ് ലവ് എല്ലാം തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്കും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് അവിടെ എൻ്റെ ടേബിളിൽ കാണുന്നുണ്ടാവും 7 ചക്ര ഇതിനുള്ള
ബ്രേസ്ലെറ്റാണത്. അതിൻ്റെ താഴെയുള്ളത് സിട്രീൻ ആണ്. ഓക്കെ, ഞാൻ എല്ലാം കൂടി എടുത്തിടാൻ വയ്യാത്തതുകൊണ്ട് വെച്ചിരിക്കുകയാണ്. ഞാൻ ഇടയ്ക്കിടത്ത് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, റീഡിങ്ങിലേക്ക് പോവാം. ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ ലൈഫിൽ ഒരു വ്യക്തിയുണ്ട്. അവർ വളരെയധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തി. ഇന്ന് അമാവാസ്യയാണ്, ശനി അമാവാസ്യയാണ്. ഇന്നത്തെ ദിവസം എൻ്റെ വ്യൂവേഴ്സിനോടുള്ള അവരുടെ പേഴ്സൻ്റെ അതിതീവ്രമായ ഫീലിങ്സ് എന്താണ്? എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഏറ്റവും അതിതീവ്രമായ ഫീലിങ്സ് എന്താണ്? എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ അതിതീവ്രമായ ഫീലിങ്സിൽ എന്താണ് കാണുന്നതെന്ന് പറഞ്ഞു തരും. എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് അവരുടെ പേഴ്സൻ്റെ ഏറ്റവും അതിതീവ്രമായ ഫീലിങ്സ്. ഒരു ഷഫിൾ. ഓക്കെ, 2 കാർഡ് വീണ്. കിങ് ഓഫ് പെൻഡക്കിൾസ്, 6 ഓഫ് കപ്സ്, മൂൺ. അത് ഇന്ന് മൂൺ വരും, കാരണം ഇന്ന് അമാവാസ്യ ആയതുകൊണ്ട് നമ്മളുടെ ഫീലിങ്സിൽ അപ്സ് ആൻഡ് ഡൗൺസ് തീർച്ചയായിട്ടും നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ, അടുത്ത കാർഡ് ദി സൺ, ജസ്റ്റിസ്, ഗുഡ്. 4 ഓഫ് വാൻഡ്സ്, വെരി ഗുഡ്. ഹൈ പ്രീസ്റ്റസ്, 4 ഓഫ് കപ്സ്, ചാരിയറ്റ്. 2 കാർഡ് വന്നു. 5 ഓഫ് വാൻഡ്സ് ആൻഡ് പേജ് ഓഫ് സ്വാർഡ്സ്. ഓക്കെ, നോ പ്രോബ്ലം. 5 ഓഫ് പെൻഡക്കിൾസ്, മജീഷ്യൻ. ക്ലാരിഫൈ 5 ഓഫ് പെൻഡക്കിൾസ്, clarify 5 of pentacles, clarify 5 of pentacles, judgment. ഓക്കെ, ഇന്നത്തെ നിങ്ങളുടെ ഫീലിങ്സിൽ കാണുന്ന മിക്സ്ഡ് പലതരം എനർജീസ് വന്നിട്ടുണ്ട്. കാണുന്നത് പറഞ്ഞു തരാം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ പ്രതി വല്ലാതെ റെസ്പോൺസിബിളായിട്ട് ഫീൽ ചെയ്യുന്നു എന്നും കാണുന്നുണ്ട്. അതായത് നിങ്ങളും അവരുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. അവരുടെ കുടുംബത്തിൻ്റെ ഒപ്പം തന്നെ അവർക്ക് അല്ലാതെ തന്നെ ലൈഫിൽ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഇവരുടെ കുടുംബത്തിലെ മൂത്ത മകൻ, മകൾ അങ്ങനെയൊക്കെ ആയിരിക്കാം. അല്ലാതെ തന്നെ റെസ്പോൺസിബിലിറ്റീസ് അവർ കീപ്പ് ചെയ്യുന്നതായിട്ട് കാണുന്നു. അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയും കൂടി ഏറ്റെടുക്കാൻ അവർ തയ്യാറാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് അവിടെ കാണുന്നത് കേട്ടോ. നിങ്ങളുടെ പേഴ്സൺ ജോലി സംബന്ധമായിട്ടൊക്കെ നല്ല പൊസിഷനിലൊക്കെ ഇരിക്കുന്ന ഒരാളായിരിക്കാം. ഓക്കെ, നിങ്ങളെ പ്രതിയും അവർ പ്രൊട്ടക്റ്റീവായിട്ട് ഫീൽ ചെയ്യുന്നു എന്നാണ് കാണുന്നത്. നിങ്ങളുടെ ഇടയിൽ മെമ്മറീസ് ഉള്ളതായിട്ട് കാണുന്നു. അതായത് കുറച്ച് കാലമായിട്ട് നിങ്ങൾക്ക് പരസ്പരം അറിയാം. ഒരുപാട് മെമ്മറീസ് നിങ്ങൾ ഒരുമിച്ച് ബിൽഡ് ചെയ്തിട്ടുണ്ട്. വെറുതെ ഇരിക്കുമ്പോഴെല്ലാം അവർക്ക് നിങ്ങളുടെ മുഖം, ആ ഓർമ്മകൾ എല്ലാമാണ് മനസ്സിൽ വരുന്നത്. ഒരുപാട് സ്നേഹത്തോടെ ഫോണ്ട് മെമ്മറീസ് എന്ന് പറയില്ലേ, ഒരുപാട് സ്നേഹത്തോടെ നിങ്ങളെ ഓർക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇന്നത്തെ ദിവസം എസ്പെഷ്യലി അമാവാസി കൂടി ന്യൂ മൂണും കൂടി ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമ്മൾക്ക് ഒരു വിരഹം, അതേപോലെ സങ്കടം, സ്നേഹം എന്ത് തന്നെയായാലും ആ വികാരങ്ങൾ കുറച്ച് കൂടുതലായിട്ട് നമുക്ക് ഫീൽ ചെയ്യുമെന്ന് കാണും. അങ്ങനെ തന്നെയാണത്. ഓക്കെ, അതുകൊണ്ട് തന്നെ അതേ ഫീലിങ്സ് നിങ്ങളുടെ പേഴ്സണ് ഈ സമയം ഫീൽ ചെയ്യുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. മിസ്സിങ് എനർജി വല്ലാതെ മിസ്സ് ചെയ്യുന്നതായിട്ട് കാണുന്നു. നിങ്ങൾ അവരുടെ ലൈഫിൽ ഏറ്റവും പോസിറ്റീവായിട്ടുള്ളൊരു വ്യക്തിയാണ് എന്നാണ് അവർ കരുതുന്നത് കേട്ടോ. നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന കെയർ ഉണ്ടല്ലോ, അതുപോലൊന്നും അവർക്ക് വേറെ ആരും അവരോട് അങ്ങനെ കാണിച്ചിട്ടില്ല എന്നൊരു ഫീലിംഗ് ആണ്. അവരെ പാമ്പർ ചെയ്യുന്നതാവട്ടെ, അവരുടെ കാര്യങ്ങൾ വളരെ സ്നേഹത്തോടെ അന്വേഷിക്കുന്നതാവട്ടെ, അതൊന്നും അവർക്ക് മറ്റാരിൽ നിന്നും കിട്ടിയിട്ടില്ല. നിങ്ങളാണ് ആ ഒരു ഫീലിംഗ് ഒക്കെ അവർക്ക് ഉണ്ടാക്കിയത് എന്ന് കാണുന്നു കേട്ടോ. നിങ്ങളുടെ റിലേഷനിൽ ന്യായപ്രകാരം എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യണമെന്നാണ് അവർ ചിന്തിക്കുന്നത്. ഒരു ബാലൻസിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം, ഹാപ്പി ആയിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ്, അത് തന്നെയാണ് അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. വിവാഹം, പ്രപ്പോസൽ എല്ലാം തന്നെയാണ്, ഒരു കമ്മിറ്റ്മെൻറ്റ്, ഫേം കമ്മിറ്റ്മെൻറ്റ് എല്ലാം തന്നെയാണ് അവരുടെ മനസ്സിലെന്ന് കാണുന്നു. നിങ്ങൾ രണ്ടുപേരും തന്നെ എന്താ പറയുക, അവർ നിങ്ങളുടെ അടുത്ത് പ്രത്യക്ഷത്തിൽ ഒന്ന് സംസാരിച്ചില്ലെങ്കിൽ പോലും തമ്മിൽ കണ്ണിൽ നോക്കുന്ന സമയത്ത് ടെലിപ്പതിക്കലി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാറുണ്ട് എന്നവർ
ചിന്തിക്കാറുണ്ട് കേട്ടോ. ചില സമയത്ത് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ടാവും അവർക്ക് അവിടെ വിഷമം തോന്നിയാൽ നിങ്ങൾക്ക് ആ ഫീലിംഗ് ഇവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടാവും. അവർക്ക് അവിടെ അജിറ്റേഷൻ തോന്നിയാൽ നിങ്ങൾക്ക് ഇവിടെ അത് ഫീൽ ചെയ്യുന്നുണ്ടാവും. അതേപോലെ അവർക്കും ഫീൽ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ അവർ ചിന്തിക്കുന്നത് നിങ്ങൾ സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണ്, മാനസികമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് അങ്ങനെ കണക്ട് ചെയ്യാൻ സാധിക്കുന്നത് എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. പലരും അവരുടെ മദറിൻ്റെ അല്ലെങ്കിൽ ഫാമിലിയുടെ സമ്മതത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു എന്നും കാണുന്നുണ്ട് കേട്ടോ. ചിലർക്ക് ഒരു ഫാമിലി പ്രഷർ അവിടെ ഉണ്ടായിരിക്കും, എസ്പെഷ്യലി അമ്മയുടെ ഭാഗത്തു നിന്നും. അമ്മയുടെ സമ്മതത്തിനായി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു, ഫാമിലിയുടെ സമ്മതത്തിനായി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു എന്നുള്ള രീതിയിലും കാണുന്നുണ്ട്. ഓക്കെ, അതേപോലെ രണ്ടിൽ ഒരാൾ തീർച്ചയായും ഒരുപാട് ടാരോ റിലേറ്റഡ് ആക്ടിവിറ്റീസ് ചെയ്യുന്നതായിട്ട് കാണുന്നു. റീഡിങ്സ് എടുത്തിരിക്കാം, അതേപോലെ റീഡിങ്സ് കാണുന്നുണ്ടായിരിക്കാം, ജനറൽ റീഡിങ്സ്. അല്ലെങ്കിൽ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ടാരോ റിലേറ്റഡ് ആക്ടിവിറ്റീസ് ചെയ്യുന്ന ഒരാളാണ്, ടാരോ റീഡർ തന്നെ ആയിരിക്കാം. കാരണം അത്രയധികം ടാരോയുടെ ഇൻഫ്ലുവൻസ് നിങ്ങളുടെ ലൈഫിൽ കാണുന്ന ആസ്ട്രോളജി, ന്യൂമറോളജി, ടാരോ റീഡിങ് അങ്ങനെയെല്ലാം ചെയ്യുന്ന ഒരു വ്യക്തി ആയിരിക്കാം, നിങ്ങളായിരിക്കാം, നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം കേട്ടോ എന്ന് കാണുന്നുണ്ട്. ഇൻറ്റ്യൂഷൻസ് വളരെയധികം സൂക്ഷിക്കുന്ന വ്യക്തിയാണ് എന്ന് കാണുന്നു. വല്ലാത്തൊരു മിസ്സിങ് എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇന്ന്. നിങ്ങളെ കാണണം, ഓടിയെത്തുക എന്ന് പറയില്ലേ, ഓടിയെത്തി നിങ്ങളെ കാണാൻ സാധിക്കണം എന്നുള്ള രീതിയിൽ അത്രയ്ക്ക് ഒരു മിസ്സിങ് എനർജിയിൽ അവർ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഓടിയെത്തുക എന്നുള്ളതാണ്. നിങ്ങളുടെ പേഴ്സൺ ഒരു യൂണിഫോംഡ് ജോബിലൊക്കെ ആയിരിക്കാനും സാധ്യതയുണ്ട് കേട്ടോ. നിങ്ങളായിരിക്കാം, നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം. കാരണം നിങ്ങളുടെ രണ്ടുപേരുടെ എനർജീസ് ഇൻ്റർ കണക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഈവൺ ലോ റിലേറ്റഡ് ജോലി ചെയ്യുന്നത്, ലോ എൻഫോഴ്സ്മെൻറ്റ്, വക്കീൽ, പോലീസ്, ആർമി, അങ്ങനത്തെ രീതിയിലുള്ള ലോ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, നിയമമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയുമായിരിക്കാം, യൂണിഫോംഡ് ജോബായിരിക്കാം. ഓക്കെ, അങ്ങനെയെല്ലാം കാണുന്നുണ്ട്. നിങ്ങൾക്കായി ഒരു ഉറച്ച തീരുമാനം തന്നെയാണ് അവർ അവരുടെ ലൈഫിൽ എടുത്തിരിക്കുന്നത്. നിങ്ങളെ വിട്ടു പോകണമെന്ന് അവരൊരിക്കലും ആഗ്രഹിക്കുന്നില്ല. എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും, എന്ത് തടസ്സങ്ങൾ അവർക്ക് ഫേസ് ചെയ്യേണ്ടി വന്നാലും നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ന്യായമായിട്ട് പ്രവർത്തിക്കേണ്ടതെന്തോ അത് മാത്രമേ ഞാൻ പ്രവർത്തിക്കുകയുള്ളൂ എന്ന് തന്നെയാണ് അവർ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത് കേട്ടോ. പലരുടെയും പേഴ്സൺ ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കാനും സാധ്യതയുണ്ട്. സ്റ്റുഡൻ്റൊക്കെ വരുമ്പോഴാണ് പാരൻ്റൽ പ്രഷർ അവിടെ കൂടുതലായിട്ടും നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, കാരണം ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് അവർക്ക് അവിടെ കിട്ടിയിട്ടില്ല. അത് കിട്ടിയതിന് ശേഷം മാത്രമേ അവർക്ക് ഫാമിലിയുടെ അടുത്ത് അത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതിനുവേണ്ടി അവർ വെയിറ്റ് ചെയ്യുന്നു എന്നും കാണുന്നുണ്ട്. കരിയർ റിലേറ്റഡ് പ്രോബ്ലംസ് നിങ്ങളുടെ പേഴ്സൺ ഫേസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അതൊന്ന് പെട്ടെന്ന് ക്ലിയർ ആവണം എന്നുള്ള രീതിയിൽ അവർ പ്രാർത്ഥിക്കുന്നതായിട്ടും കാണുന്നു. കാരണം ഇവിടെ ക്ലിയർ ആയാലേ, അതായത് കരിയർ റിലേറ്റഡ്, ഫൈനാൻഷ്യൽ റിലേറ്റഡ് കാര്യങ്ങൾ സോൾവ് ആയാൽ മാത്രമേ അവർക്ക് അവരുടെ ഫാമിലിയുടെ അടുത്ത് നിങ്ങളുടെ കാര്യം പ്രസൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു സിറ്റുവേഷൻ ഉള്ളതായിട്ടും കാണുന്നുണ്ട്. അതിനുവേണ്ടി അവർ പ്രാർത്ഥനകൾ ചെയ്യുന്നുണ്ട്, എഫേർട്സ് ഇടുന്നുണ്ട് എന്നും കാണുന്നു. അതേപോലെ നിങ്ങളുടെ ഓൺലൈൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ് എല്ലാം തന്നെ നിങ്ങളുടെ പേഴ്സൺ ശ്രദ്ധിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. നിങ്ങൾ എന്ത് അപ്ഡേറ്റ്സ് ഇട്ടാലും ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലോ അല്ല വാട്സാപ്പിലോ വാട്ടെവർ, ഏത് സോഷ്യൽ മീഡിയയിലാണോ നിങ്ങൾ ആക്റ്റീവ്, അവിടെ ഇവർ നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട് എന്നും കാണുന്നു കേട്ടോ. കാരണം നിങ്ങൾ സുഖമായിട്ടിരിക്കുന്നു, നിങ്ങളുടെ കാര്യങ്ങളെല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കാൻ ഇവർ ശ്രമിക്കാറുണ്ട് എന്ന് കാണുന്നു. ഇവർ എന്ത് ചെയ്യുമ്പോഴും 24 മണിക്കൂറും നിങ്ങളുടെ ചിന്ത, നിങ്ങളുടെ മുഖം തന്നെയാണ് അവരുടെ മനസ്സിൽ വരുന്നത് എന്നും കാണുന്നു. നിങ്ങളുടെ പേഴ്സൺ ഈവൻ മെഡിക്കൽ റിലേറ്റഡ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളുമായിരിക്കാം കേട്ടോ. മെഡിക്കൽ റെപ്പായിരിക്കാം, ഡോക്ടർ, നഴ്സസ്, ലാബിൽ, ഫാർമസിയിൽ, അങ്ങനെ മെഡിക്കലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, മരുന്നുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയുമായിരിക്കാം എന്നും കാണുന്നുണ്ട്. ഓക്കെ, ഇതൊരു ക്ലൂ ആയിട്ട് നിങ്ങൾക്ക് പറയുന്നതാണ് കേട്ടോ, സോ ദാറ്റ് യു ക്യാൻ റിലേറ്റ്. മനസ്സിലായല്ലോ? നിങ്ങൾ അവരുടെ ലൈഫിൽ എന്താ പറയുക, ഓട്ടോമാറ്റിക്കലി അങ്ങ് മാനിഫെസ്റ്റായി പോവുകയാണ്. കാരണം ഒരാൾ നമ്മളെ പറ്റി അതിതീവ്രമായിട്ട് ചിന്തിക്കുമ്പോൾ ആ ചിന്തകൾ നമുക്കും റിഫ്ലക്റ്റ് ചെയ്യും. ആ രീതിയിലാണ് അവർ നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നത്. കുറച്ച് കാർഡ്സ് കൂടി തരൂ. ചിലരുടെങ്കിലും ലൈഫിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലുള്ളവരുടെ ലൈഫിൽ ഒരു സെപ്പറേഷൻ കേസൊക്കെ നടക്കുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. എന്ത് സിറ്റുവേഷൻ തന്നെ ആയാലും, എന്ത് തടസ്സങ്ങൾ തന്നെ ആയാലും, ഫൈനാൻഷ്യൽ ആവട്ടെ, ഫാമിലി പരമായിട്ടുള്ളതാവട്ടെ, അതിനെല്ലാം ഒരു എൻഡ് കുറിച്ചിട്ട് നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ ചിന്തിക്കുന്നത് എന്ന് കാണുന്നു. നിങ്ങളുമായിട്ട് ലൈറ്റ് ഹാർട്ടഡ് മൂമെൻറ്റ്സ്, കുറച്ച് ജോളി മൂമെൻറ്റ്സ്, കുറച്ച് ഹാപ്പി ആയിട്ടുള്ള സംസാരങ്ങൾ, കുറച്ച് യാത്രകളെല്ലാം ചെയ്യണമെന്നും അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ റിസ്ക് ഫാക്ടേഴ്സ് തീർച്ചയായിട്ടും ഉണ്ട്.
റിസ്ക് ഫാക്ടേഴ്സ് എല്ലാം തന്നെ മറികടന്ന് ഒരു നല്ല ലൈഫ് നിങ്ങളുമായിട്ട് ജീവിക്കണം എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത് കേട്ടോ. അവർക്ക് നിങ്ങളുടെ അടുത്ത് ഹാപ്പി ആയിട്ട് കുറച്ച് മൊമെൻറ്റ്സ് സ്പെൻഡ് ചെയ്യണം, സംസാരിക്കണം, കാണണം, അടുത്തിരിക്കണം, അങ്ങനെയൊക്കെ ഉള്ള ചിന്തകളാണ് കൂടുതലായിട്ടും കാണുന്നത്. എംപ്രസ് വെച്ചിട്ട് നിങ്ങളുടെ മുഖം, നിങ്ങളുടെ രൂപം എല്ലാം അവരുടെ മനസ്സിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു ഇംപ്രഷൻ അത് വളരെ സ്ട്രോങ് ആണ്. ഓക്കെ, നിങ്ങളൊരു മദർലി കെയറാണ് അവർക്ക് കൊടുക്കാറുള്ളത്. ഒരു അമ്മ കുഞ്ഞിനെ നോക്കും പോലെയാണ് നിങ്ങൾ അവരെ കെയർ ചെയ്യാറുള്ളത്. നിങ്ങളുടെ ചോദ്യങ്ങൾ, നിങ്ങൾ അവരെക്കുറിച്ച് അന്വേഷിക്കുന്നത് എല്ലാം അവർക്ക് ഭയങ്കരമായൊരു ഫീലിംഗ് ആണ് അവരുടെ മനസ്സിൽ ഉണ്ടാക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ അവരുടെ കുഞ്ഞുങ്ങളുടെ അച്ഛൻ അമ്മ എന്നുള്ള സ്ഥാനത്ത് നിങ്ങൾ മതി എന്നുള്ള ഒരു ചിന്തയാണ് അവർക്ക്. അവിടെ ഒരു റീപ്ലേസ്മെൻറ്റ് അവർക്ക് പോസിബിൾ അല്ല എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ കരുതൽ, സ്നേഹം എന്നും അവർക്ക് വേണം എന്ന് തന്നെയാണ് അവരുടെ മനസ്സിൽ. നിങ്ങളുമായിട്ടൊരു ന്യൂ റൊമാൻറ്റിക് ബിഗിനിങ് അത് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി തരണം, ഒരു പ്രപ്പോസൽ തരണം, അവിടെ നിന്നും നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള രീതിയിൽ. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ റിലേഷൻഷിപ്പിനെ പറ്റി മാത്രമല്ല ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന, അവരുടെ ജോലിയെ സംബന്ധിച്ചും അവർ ചിന്തിക്കുന്നുണ്ട്. അതിലും അവർ സീരിയസ് ആയിട്ട് തന്നെ ഇടപെടുന്നതായിട്ട് കാണുന്നു കേട്ടോ. കാരണം ജോലി, ഞാൻ പറഞ്ഞല്ലോ, ജോലി, കരിയർ, അതിൻ്റെ സ്റ്റെബിലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊന്ന് ക്ലിയർ ആയാൽ മാത്രമേ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളുടെ കാര്യം അവരുടെ വീട്ടിൽ അവതരിപ്പിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർ ആ ജോലിയിലേക്കും ഫോക്കസ് ചെയ്യുന്നതായി കാണുന്നു. അതേസമയം നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള എഫേർട്സ് എന്ത് തന്നെ ആയാലും അതെല്ലാം ചെയ്യാൻ അവർ തയ്യാറാണ് എന്നും കാണുന്നു കേട്ടോ. ലവേഴ്സ് തീർച്ചയായിട്ടും ഒരുപാട് സ്നേഹത്തോടെ തന്നെയാണ് അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നത്. നിങ്ങൾ അവരുടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ ചിന്തിക്കുന്നത് എന്നും കാണുന്നു. ചിലരെങ്കിലും ഓവർ തിങ്കിങ്ങിൽ കൂടി കടന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. കൺഫ്യൂഷൻസ് ഉണ്ട്, എല്ലാം ക്ലിയർ അല്ല. ഓക്കെ, പ്രോബ്ലംസ് ഉണ്ട് ഇടയിൽ എന്ന് കാണുന്നു. അതെല്ലാം ക്ലിയർ ചെയ്തിട്ട് വേണം അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ എന്നുള്ള സിറ്റുവേഷൻ ചിലരെങ്കിലും സ്റ്റക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണതും ഒരു സ്റ്റെപ്പ് മുന്നോട്ടെടുത്ത് വെക്കേണ്ടത് എന്നറിയാൻ വയ്യാത്തൊരു സ്ഥിതി, ഒരു ആകപ്പാടെ ഒരു ഒറ്റപ്പെട്ട ഫീലിംഗ് എല്ലാം അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ചില സമയത്ത് നമ്മൾ ടോട്ടലി ലോസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യില്ലേ, ഇനി ഇത് എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, പ്രശ്നങ്ങളുണ്ടല്ലോ, ഇതെല്ലാം നമ്മൾ സോൾവ് ചെയ്ത് മുന്നോട്ട് പോകണമല്ലോ എന്നുള്ള ചിന്തയും അവരെ അലട്ടുന്നുണ്ട് കേട്ടോ. എസ്പെഷ്യലി ന്യൂ മൂണും കൂടെ ആവുമ്പോൾ ഈ ചിന്തകൾ കുറച്ച് കൂടുതലായിട്ട് വരും. ഓക്കെ, എന്തു തന്നെയാലും അവർ ചിന്തിക്കുന്ന ക്ഷമയോടെ കൈകാര്യം ചെയ്തു പോയാൽ എല്ലാം ഒരറ്റം എത്തിക്കാൻ സാധിക്കും എന്ന് തന്നെ അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. അവർ ചിന്തിക്കുന്ന എന്ത് തന്നെ സംഭവിച്ചാലും നിങ്ങളെ വിട്ടുപോകാൻ അവർക്ക് സാധിക്കില്ല. കാരണം നിങ്ങളുടെ ഇടയിൽ ഒരു അദൃശ്യമായ ബന്ധനമുണ്ട്. അത് ഈ ജന്മത്തിലുള്ളതല്ല, പൂർവ്വജന്മത്തിൽ നിന്നുള്ളൊരു ബന്ധം ആണ് ഇത് എന്ന് തന്നെ അവർ കരുതുന്നു കേട്ടോ. നിങ്ങളുടെ ഇടയിൽ വളരെ തീവ്രമായിട്ടുള്ളൊരു ഫിസിക്കൽ അട്രാക്ഷൻ ഉള്ളതായിട്ടും കാണുന്നു കേട്ടോ. നാച്ചുറലായിട്ട് അത് ഉണ്ടാവുമല്ലോ. കാരണം ഒരാളെ പാർട്ട്ണറായിട്ട്, ഭാര്യയായിട്ട്, ഭർത്താവായിട്ട് കാണുമ്പോൾ തീർച്ചയായും ഒരു ഫിസിക്കൽ അട്രാക്ഷനും അവിടെ ഉണ്ടാവാനുള്ള സാഹചര്യം ഉണ്ടാവും. ഓക്കെ, 2 കാർഡ് കൂടി എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളെ വളരെയധികം റെസ്പെക്റ്റ് ചെയ്യുകയും മാനിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കേട്ടോ. അവർക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ, അല്ലെങ്കിൽ അവരൊരു പ്രോബ്ലത്തിലാണ്, അതിനൊരു സൊല്യൂഷൻ വേണം എന്നൊക്കെയുള്ള സ്ഥിതിയിൽ അവർ ആദ്യം ആലോചിക്കുന്നത് നിങ്ങളെയാണ്. ഓക്കെ, നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് അതിനൊരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കും എന്നുള്ള രീതിയിൽ. അപ്പോൾ അവർ റെസ്പെക്റ്റോടു കൂടിയാണ് നിങ്ങളെ പറ്റി ചിന്തിക്കുന്നത്. ഓക്കെ, ബഹുമാനം കലർന്ന സ്നേഹം, ആരാധന, അങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് എന്നാണ് കാണുന്നത്. ഓക്കെ, ലാസ്റ്റ് കാർഡ് എടുക്കാം. വല്ലാത്തൊരു മിസ്സിങ് എനർജിയാണ് അവർക്ക് നിങ്ങളുടെ അടുത്ത് ഫീൽ ചെയ്യുന്നത് കേട്ടോ. അവർ രാത്രി ഉറക്കമൊക്കെ കുറവാണെന്നുള്ള രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ച് ഉറങ്ങും, പിന്നീട് പെട്ടെന്ന് എണീറ്റ് ഉറക്കം തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെപ്പറ്റി ഓർത്തുകൊണ്ടിരിക്കുക, എണീറ്റിരിക്കുക, ഈ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യണമല്ലോ, അങ്ങനെ ചിന്തിക്കുക, പിന്നെ ഉറക്കമില്ല, തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് വല്ലാത്തൊരു മിസ്സിങ് എനർജി, നിങ്ങളടുത്തില്ല, ആ ഒരു ഫീലിംഗ്, ആ ചിന്തകൾ, അതിലൊക്കെ പെട്ട് നേരം വെളുപ്പിച്ചെടുക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇതുവരെ നോക്കിയതിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സിൽ
നിങ്ങൾക്കായിട്ട് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. അവരിന്നും തീവ്രതയോടെ തന്നെ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്, അല്ലേ? നിങ്ങൾക്കായിട്ട് ഒരു ആക്ഷൻ എടുക്കണം എന്നൊക്കെ തന്നെയാണ് അവർ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നത്. അവർ നിങ്ങളെ വിട്ടിരിക്കുന്നതിൽ നിങ്ങൾക്കുള്ള വിഷമം അവർക്കുമുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്, അല്ലേ? അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ നമ്മുടെ നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങൾക്കായിട്ട്. ഓക്കെ, അപ്പോൾ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അത് കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. കമൻറ്റ് ഇട്ടാലല്ലേ എനിക്ക് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ, ഞാൻ എന്തെങ്കിലും മാറ്റങ്ങൾ ഇതിൽ വരുത്തണമെന്നൊക്കെ എനിക്ക് അറിയാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലും ബോറായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, അതെല്ലാം പറഞ്ഞോളൂ. ഞാൻ പോസിറ്റീവായാലും നെഗറ്റീവായാലും ഞാൻ വായിച്ചോളാം. ഓക്കെ, ചിലപ്പോൾ ഞാൻ റിപ്ലൈ ചെയ്യേണ്ടാവില്ല, നിങ്ങളുടെ എല്ലാ കമൻസും ഞാൻ വായിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ തീർച്ചയായും കമൻ്റ് ഇടുക. ഓക്കെ, അപ്പോൾ പുതിയൊരു റീഡിങ്ങുമായിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.